ലൈംഗികതയുടെ ആസക്തിയിലേക്ക് ഓടിപ്പോകുന്ന ആളുകളുണ്ട്. അതൊരു ഫാഷനും അഭിനിവേശവുമാണ്. ഇന്ന് നമ്മൾ അതിൽ നിറഞ്ഞിരിക്കുന്നു, അതിൽ പൂരിതമാണ്, അതിൽ മടുത്തിരിക്കുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് പത്രങ്ങളിൽ ഉദ്ധരിച്ചതുപോലെ നമുക്ക് അതിൽ മടുത്തിരിക്കുന്നു എന്ന് നിരവധി ജർമ്മൻ യുവാക്കൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യവും അനുവാദവും ആണെന്നാണ് പറയുന്നത്. അവരിൽ പലരും രക്ഷപ്പെടാൻ അക്രമത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ നമ്മൾ നിഗൂഢതയിലേക്കും ഓടിപ്പോകുന്നു. സഹായം ആവശ്യമുള്ളപ്പോൾ ദൈവത്തിനു പകരം ഏതയിലെ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോയ ശൗലിനെപ്പോലെ. പിന്നെ ആനന്ദത്തിലേക്കുള്ള രക്ഷപ്പെടൽ ഉണ്ട്. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നു? സുഖം അനുഭവിക്കാൻ ശ്രമിക്കുകയും ആനന്ദത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, ഇത്രയും വലിയ ഒരു രക്ഷയെ നാം അവഗണിച്ചാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? രക്ഷ എന്താണ്? രക്ഷ എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്കുവേണ്ടി മരിക്കുകയും രക്തം ചൊരിയുകയും പാപം അറിയാത്ത നമുക്കുവേണ്ടി പാപമാക്കപ്പെടുകയും ചെയ്യുന്ന, അങ്ങനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകുന്നു.